റോസിനെ നല്ലതുപോലെ പൂക്കാനായിട്ട് സഹായിക്കുന്ന ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്നും കൂടിയിട്ട് നമ്മളിതേ ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുതിർത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യണത്. ഇത് കടലപ്പിണ്ണാക്ക്, ഇതതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഇത് എള്ളും പിണ്ണാക്ക്. അങ്ങനെ മൂന്നും നമ്മളൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ പിന്നെ കുതിർത്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്ന വിധം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ചെറിയൊരു കപ്പിലേക്ക് നമുക്കിതെല്ലാം കുതിർത്തതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ കടലപ്പിണ്ണാക്ക്. അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ കുറഞ്ഞ ചിലവ് മാത്രം. ഒക്കെ ഈ 50 ഗ്രാം വെച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടെ നമുക്കൊരു 10 രൂപയിൽ നമുക്ക് ഒതുങ്ങി കിട്ടും. 10 രൂപയ്ക്ക് നമ്മുടെ വീട്ടിലെ റോസിനെ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടുള്ള വളം നമുക്ക് ശരിയാക്കി കിട്ടും. എല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏതാണ്ട് ഒരു കുറുക്ക് രൂപത്തിലാണ് കേട്ടോ. നല്ല